കണ്ടോ എന്തോ നിശബ്ദതയാ, എങ്ങും നിശബ്ദത മാത്രം. എവിടോ ഒരു ചീവീടിന്റെ ഒച്ച കേക്കാം. ശരിക്കൊന്ന് കാതോർത്ത ഈ ഉറുമ്പുകൾ സംസാരിക്കുന്നത് വരെ നമുക്ക് കേക്കാം. നീ അരിയും കൊണ്ട് എവിടെ പോവാടാ? എന്റെ കൂട്ടിലോട്ട് പോവാടാ. എന്തോ തിന്ന്? ഞാൻ അരി അവിടെ ശേഖരിച്ച് വെച്ചിട്ട് മഴക്കാലത്ത് തിന്നും, അല്ല നിന്നെ പോലെ മുച്ചൂടെ തിന്ന് തീർക്കുവല്ല ചെയ്യുന്നത്. എന്റെ കുട്ടിക്കൊണ്ട് വെച്ചാ പുഴു കയറുമടാ. നല്ല അരി നോക്കി വാങ്ങിക്കണോടാ ചോനനെ. നീ തരുവാടാ പൈസ കട്ടുറുമ്പേ? വഴി മാറടാ ചോനുറുമ്പേ. കേട്ടോ എന്താ കാര്യം? ഇന്ന് സ്കൂള് തുറന്നു. എന്റെ ദൈവമേ, ഇവിടെ ഒരു ചെറുക്കനുണ്ടായിരുന്നേ, എന്റെ കുരുന്തക്കെട്ട മോന്. 2 മാസം ഇവിടെ ഉണ്ടായിട്ട് ഈ വീട് തലതിരിച്ച് വെച്ച് ഞാൻ ഇന്ന് അവൻ സ്കൂളിൽ പോയപ്പോ എടുത്ത് നേരെ വെച്ചതാ. ഹോ, ഇപ്പൊ വരും എന്റെ ചെറുക്കന്. മണി 4 യോ അപ്പൊ വരുവേ. മണി 4 3:30 സ്കൂള് വിടുന്നതാ. എന്റെ ചെറുക്കൻ ഇതുവരെ വന്നില്ല. മിസ്സായി, എന്റെ മോൻ മിസ്സായി. എന്താ ചെയ്യാ, എന്റെ കുഞ്ഞ് മിസ്സായേ. എന്റെ മോനെ കാണാനില്ലേ? അമ്മേ, ഇതിന്റെ ഇടയ്ക്ക് ആരാ കസേര നിറക്കിയത്? ഇങ്ങോട്ട് നോക്കുവോ? അയ്യോ വേണ്ട, എന്റെ കുഞ്ഞിന്റെ കളിമൺ പ്രതിമ ആരാണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന. കണ്ണു മൂക്ക് ഒന്നും ശരിയായില്ല കേട്ടോ. കളിമൺ പ്രതിമ? അമ്മേ, ഇത് ഞാനാ. എന്തോ കോലമാടാ ഇത്. എന്തോ കോലമാടാ. ഞാൻ ഇങ്ങനെയാണോ നിന്നെ ഒരിക്കൽ സ്കൂളിലോട്ട് വിട്ടത്? നീ സ്കൂളിലോട്ട് നടന്നു പോവായിരുന്നു അതോ ഉരുണ്ട വരുമായിരുന്നു? അമ്മ, ഞാൻ പോകുന്ന വഴി മൊത്തം മഴ പെയ്തെന്ന്. കണ്ടോണേ, ഋഷിശൃംഖന പോകുന്ന വഴി മൊത്തം മഴ പെയ്യിപ്പിക്കും. എടാ, ഈ കോലത്തെ സ്കൂളിൽ ചെന്നപ്പോ സാറുമാരൊന്നും പറഞ്ഞില്ലേ നിന്നോട്? ഏത് സ്കൂള്? അപ്പൊ നീ സ്കൂളിൽ പോയില്ലയോ? അമ്മ, ഞാൻ സ്കൂളിൽ പോയി. ക്ലാസ്സിൽ കയറിയപ്പോ ക്ലാസ് ടീച്ചറിനോട് ചോദിക്കുവാ, എന്തുവാ? ആരാ എന്തൊരു വേണോന്ന്. വിടറാ, ആ സിനിമ റിലീസ് ആയിട്ട് നീ റിലീസ് ആയിട്ടില്ല. കൂടുതൽ നിന്ന് നീ ഡയലോഗ് അടിക്കല് കേട്ടോ. ഉള്ളതുപോലെ നീ പറഞ്ഞോണം. നീ എവിടെ ആയിരുന്നു? ഞാൻ സ്കൂളിൽ പോകുന്ന വഴിയൊക്കെ തെറ്റി വേറെ ഏതോ സ്കൂളിലാ ചെന്ന് കയറിയേ. അപ്പൊ നീ നിന്റെ സ്കൂളിൽ പോയില്ല? അതിന് ശേഷം ഞാൻ തപ്പി പിടിച്ച് എന്റെ സ്കൂളിൽ പോയി. ഞാൻ നോക്കിയപ്പോ സ്കൂളിൽ കുറെ ബലൂണൊക്കെ വെച്ചിട്ട് സിൽക്ക് വെച്ചൊക്കെ ഇതുപോലത്തെ തുണിയൊക്കെ കട്ട് ചെയ്തിട്ടേക്കുവാ. ഓഹോ. എന്നിട്ടൊരു വലിയ ഫ്ലെക്സിൽ എഴുതി വെച്ചേക്കുവാ, നവരാത്രി മഹോത്സവം. അമ്മ എന്നെ പഠിപ്പിക്കാനല്ലേ വിട്ടാൽ നവരാത്രി മഹോത്സവത്തിന് ഞാൻ കയറിയിട്ട് വന്ന അതിന്റെ നാണക്കേട് അമ്മക്കില്ലേ? എടാ, ഞാൻ നിന്നെ പഠിപ്പിക്കാനാ വിട്ടത്. കണ്ണും തുറന്ന് വായിക്കണമായിരുന്നു. അത് നവരാത്രി മഹോത്സവം എന്നാണോ? നവാഗതർക്ക് സ്വാഗതം അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. നവാഗതരാ എന്ന് വെച്ചാൽ പുതിയ ആൾക്കാർക്ക് സ്വാഗതം. അപ്പൊ അമ്മയൊക്കെ സ്കൂളിൽ വരെയാണെങ്കിൽ മുതുക്കികൾക്ക് സ്വാഗതം എഴുതി വെക്കുവായിരിക്കും. എനിക്ക് അത്ര പ്രായമൊന്നുമില്ല, നീ എന്നെ മുതുക്കിന്ന് വിളിക്കാം കേട്ടോ. ഇനി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ചെറിയ വായു വലിയ വർത്തമാനം പറഞ്ഞു പോകരുതെന്ന്. വലിയ വർത്തമാനം പറയാനായിട്ട് സെപ്പറേറ്റ് വാടകയ്ക്ക് എടുക്കാം. വാടക പൈസ നിന്റെ അച്ഛൻ അനീഷ് കൊണ്ടുപോയി കൊടുക്കോടാ. അനീഷ? അതാരി? നിന്റെ അച്ഛന്റെ പേര് അനീഷ് എന്നല്ലയോ? ചെറുപ്പം തൊട്ട് അച്ഛനല്ലേ ഞാൻ വിളിക്കത്തുള്ളൂ. അനീഷ എന്നല്ലല്ല. ഇനി മുതൽ അനീഷ എന്നങ്ങ് ഞാൻ വിളിക്കാം. എന്തോ മാന്ത്രിക തെറ്റാണോ? ഞാൻ അടിച്ച പോലും ഇല്ലല്ലോ. ശിശുക്ഷേമ സമിതിയിലെ സ്റ്റാർവാലേ ഓടിയറിഞ്ഞേ അമ്മ ഇതാ എന്നെ തല്ലിക്കൊല്ലേ. മിണ്ടിപ്പോവരുത്. നിന്നെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്ന നിന്റെ അച്ഛൻ ഒരുത്തനാ. അയാളെ വിളിച്ചാലേ നടക്കത്തുള്ളൂ. ഇത് ഞാൻ കൂടിയാ കൂടത്തില്ല. ഞാൻ വിളിച്ചു വരുത്തോടാ. വിളിച്ചു വരുത്തും. നീ സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഹലോ, ചേട്ടാ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അർജന്റ് പണിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. പണി വന്നോ? എന്നാ പണിഞ്ഞോ? പണി കഴിഞ്ഞ് നിങ്ങൾ വരുമല്ലോ, അന്നേരം ഞാൻ പറഞ്ഞോളാം. അച്ഛനെ വിളിച്ചല്ലേ? അച്ഛനെ വിളിച്ചു. ഈ വടി എടുത്ത് കൈ പിടിച്ചോ. അതെന്തോനാ? അതൊക്കെ ഉണ്ട് അമ്മ, ഈ വടിയെ മനസ്സിലാവും. നീ പോയി പാത്തിരുന്നാലും പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അങ്ങനെ നിന്നെ പൊക്കോടാ. ഒരു ഫോൺ കോളിന് വെയിറ്റ് ചെയ്യുവാണോ പണി കളഞ്ഞ് ഇങ്ങോട്ട് വരാന്? ഞാനൊരു കട്ട എടുത്ത് വേറെ കട്ടയുടെ പുറത്തോട്ട് വെക്കുകയും നിന്റെ വിളി വന്ന് ഞാൻ ആ കട്ട എടുത്ത് കളഞ്ഞിട്ട് ഒറ്റ വരവാ ഇങ്ങോട്ട്. എടുത്ത് കളഞ്ഞത് നിന്റെ കൂടെ ഇവിടെ കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടി. അയ്യോ, ഹലോ, നീ എന്തിനാ വിളിക്കാൻ? പറഞ്ഞ കാര്യം പറയടി. നമുക്ക് ഒരു മോനേ ഉള്ളൂ. ആ ഓർമ്മ ചേട്ടനുണ്ടോ? എന്തിന്റെ പ്രാന്ത? നാളെ പാല് കാച്ചു നടക്കുന്ന വീടാ. ഞാൻ അവിടെ അർജന്റായിട്ട് പണിഞ്ഞോണ്ടിരിക്കുക. ഇതിനൊക്കെ നേരവും കാലവും ഒക്കെ വേണ്ടായടി. നിനക്ക് തോന്നുമ്പോഴത്തേക്ക് പറ്റുന്ന കാര്യം വന്നു. എന്തുവാ പറയുന്നേ? രണ്ടാമത്തെ കുഞ്ഞിന്റെ കാര്യമല്ലേ പറഞ്ഞത്? രണ്ടാമത്തെ കുഞ്ഞിന്റെ കാര്യമൊന്നുമല്ല പറയുന്നത്. ഇത് വേറെ പ്രശ്നം. എന്താ പ്രശ്നം എന്ന് പറ. നമ്മുടെ കുഞ്ഞു സ്കൂളിൽ പോയിട്ട് വന്നു. അത് വലിയ പ്രശ്നമാണോടി? അതല്ല പ്രശ്നം. അവൻ വന്ന കോലം നിങ്ങളൊന്ന് കാണണമായിരുന്നു. വിളിക്കാം, അവനെ വിളിക്കാം. ഇക്രുവിനെ വിളിക്കുന്നു. കാണും നിങ്ങള്. ഇക്രുവിടോ. എന്താ ഇത് കണ്ട അതിനെക്കാളും നല്ല സാധനം ഇവിടെ രോമൊക്കെ ഉണ്ട്.
കാര്യമാ പറഞ്ഞേ. നെ? അമ്മ എന്റെ അച്ഛൻ മനസ്സിലായിക്കോ? അച്ഛൻ ഈ ചക്കര പുല്ല് കാണിക്കാൻ മതി. മനസ്സിലാവില്ല, പുള്ളി. എങ്ങനെ അടിക്കട്ടെ വല്ലല്ലേ? അടിക്കട്ടെ വന്നിട്ട് എന്നെ വല്ലതും. അടിക്കാതെ. ഇതിലേതാ തന്ത ഇതിലേതാ മോനെ മനുഷ്യന് മനസ്സിലാവുന്ന രീതി പറയണം കേട്ടോ. ഞാൻ അവനെ തൊട്ട പോലുമില്ല. അടിച്ചില്ലെന്ന് പറയാം, ഇവിടെ പാടൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങളെ കാട്ടി വലിയ അടവായി ചെറുക്കന്. ഈ ചക്കന് വലിയ അടവൊന്നുമില്ല. നിനക്ക് ലോൺ എന്നിട്ടുണ്ടോടാ? എനിക്കൊന്നുമില്ല. ഓ ഫ്രീ മാൻ, കൂൾ മാൻ. എനിക്കാണ് ഈ അടവൊന്നും ലോൺ നോക്കുള്ളത്. ഇത്രങ്ങനെ അടവൊന്നും ഇല്ലെന്ന്. ലോൺ അടവിന്റെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങളുടെ തനി പകർപ്പായി ചെറുക്കന്. അതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. അല്ല നീ എന്നെ വീട്ടിൽ പോയനായിരുന്നു. പറഞ്ഞത് നിങ്ങളുടെ തനി സ്വഭാവം, നിങ്ങളുടെ അതേ സ്വഭാവം ഈ ചെറുക്കന്. എന്റെ കുഞ്ഞാ, എന്റെ സ്വഭാവം കാണിക്കും. എന്റെ പൊന്നുമോൻ എന്റെ സ്വഭാവം കാണിക്കാതെ നിനക്ക് തോടി. നല്ല സ്വഭാവം. രൂപക്കുട്ടി എടുത്തു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നല്ല കിണ്ണ സ്വഭാവം. ഇവൻ എന്താ ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഞാൻ അവനോട് ചോദിക്കാം. കേട്ടോ എന്റെ ചക്കരപ്പന്നെ ക്ലാസ്സിൽ പോകാഞ്ഞത്. അത് പിന്നെ അച്ഛാ, ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോ ടീച്ചറെ മുടി വളർത്തേന് എന്നെ പിടിച്ച് ക്ലാസ്സിന്റെ പുറത്ത് നിർത്തി അച്ഛാ. നിർത്തുവടാ. സ്കൂള് തുറക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞാന്നോ അച്ഛനും മോനും കൂടെ ചെന്ന് ബാർബർ ഷോപ്പിൽ പോയി ഈ മുടി ഒന്ന് വെട്ടിക്കളയണമെന്ന്. ചെയ്തോ? പിന്നെ സ്കൂളിന് ചുറ്റും കാട് വളരുന്നതിന് ഒരു പ്രശ്നമില്ല. ടീച്ചർ ഇത്രയും മുടി വളർത്തിക്കൊണ്ട് വരുന്നതിന് പ്രശ്നമില്ല. ഇതാണ് ഞാൻ ഇത്രയും മുടി വളർത്തുന്നതിന് ഇത്രയും പ്രശ്നം എന്താണ്? സ്കൂളിന്റെ പ്രിൻസിപ്പൾ നോക്കണം. ആ പ്രിൻസിപ്പളിനെയാണ് ആദ്യം നോക്കാൻ. ഇത്രയും മുടിയുണ്ട് അവർക്ക്. ചുമ്മാ എന്റെ അത്രയും മുടിയുണ്ടോ അവർക്ക്? അന്നേരം മുടി പോലെ ഓഞ്ഞ മുടിയൊന്നുമില്ല, നല്ല കുടുക്കാച്ചി മുടിയാ. നീ വന്നേ. നാളെ നീ ക്ലാസ്സിൽ പോവാണെങ്കിൽ ടീച്ചറിനോട് ചോദിക്കണം ഏതെണ്ണയാ കാച്ചുന്നേന്ന്. നമുക്ക് ഇന്ന് വൈകിട്ടേ കടയിൽ പെട്ടി മുടി ഒന്ന് വെട്ടിക്കളയാം. ഈ മുടി വെട്ടാൻ പറ്റത്തില്ല. അത് ഇതിനടുത്തോടെ ലൈൻ പോകുന്നുണ്ടോ? വെട്ടാൻ പറ്റത്തില്ല. എനിക്ക് വെട്ടാൻ പറ്റത്തില്ല. വെട്ടാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കത്രിക്ക് കട്ട് ചെയ്ത് കളയും. ഞാൻ പറഞ്ഞേക്കാം. കുഞ്ഞിനെ കൊറാടി. ഞാനല്ലേ അമ്മ, എനിക്കല്ലേ വിഷമം, എനിക്കല്ലേ നോക്കുന്നത്. എന്റെ മോനല്ലേ, അപ്പൊ ഞാനല്ലേ നോക്കേണ്ടത്. അച്ഛനുണ്ട്. കുഞ്ഞിന് എന്താ കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞ് തുറന്നു പറ. എല്ലാം കേട്ട് നിന്റെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫാദറാണ് ഞാൻ. അറിവുള്ള അച്ഛനാണ് ഞാൻ. നീ എന്ത് കാര്യങ്ങൾ പറയുന്നതോ അത് അർത്ഥവത്തായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. നിസാരക്കാരനല്ല. എന്റെ ചക്രപ്പൻ എന്താന്ന് വെച്ചാൽ അച്ഛനോട് പറ. അച്ഛൻ തന്നെ കേട്ടിട്ട് അതിന് പരിഹാരം കാണിക്കാൻ അങ്ങോട്ട് പറയാൻ അങ്ങോട്ട്. നീ പറയടാ. പറയടാ. ചെവി ഇങ്ങനെ പൊളിച്ചു വെച്ചേക്കാ. പറയടാ അങ്ങോട്ടോ. This mummy is underestimating my skills, Papa. Do you know what she said to me? And do you know what she said about my friendship? My skills is everything that you guys know. You guys know anything about her? She is just scolding me without a reason. Why she is doing like this? You are the one. You are the one who is just scolding me without a reason. Father, why did you to me? Why you are doing like this, my dear mother? അച്ഛാ, എന്താ മനസ്സിലായ പറഞ്ഞത്? ലേശം മനസ്സിലായി വരുന്നുണ്ട്. This is not so fair. Say to her to behave properly to me because I am the one in this school. The parents, I don't want to. നമുക്ക് എവിടെയും പോയി വാടകയ്ക്ക് താമസിക്കുന്നില്ല. എനിക്കറിയത്തില്ല. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, 10 വർഷത്തിന് മുമ്പ് നമുക്കുണ്ടായ കുഞ്ഞാണോ അതോ ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് അവരിവിടെ മനുഷ്യ നിങ്ങൾ വിഷമിക്കാതെ. ഇത് വേറൊന്നും അല്ല. ഇവ ഈ ക്ലാസ്സിൽ കയറാതെ അവിടെ ഇവിടെ ഒക്കെ കറങ്ങി നടന്നില്ലയോ? കണ്ണ് കിട്ടിയതാ. ദൃഷ്ടിദോഷം. എന്താ? ദൃഷ്ടി 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 മനുഷ്യ കണ്ണേറ് കിട്ടിയതാന്ന്. അതൊക്കെ കൊണ്ട് ഞാൻ ഇപ്പൊ വരാം. കണ്ണേറ് കിട്ടോടാ. നീ അതിന് കണ്ണേറിണ്ട് എറിഞ്ഞോ? അങ്ങനെ കണ്ണേറിയാണെങ്കിൽ നീ കരങ്ങിലെടുത്ത് അവന്റെ തിരുവെത്തി നോക്കി എറിയണം. നീ അങ്ങനെ അങ്ങനെ പഠിക്കൊന്നും വേണ്ട. അച്ഛനോട് പണിക്കുവാ. നമുക്ക് ഡബിൾ ശമ്പളം കിട്ടും. അടിച്ചൊക്കെ പൊളിക്കാതെ ചക്കര തന്നെ. ഇതെന്തുവാടി? ഇത് ഇവന് വേണ്ടി കൊണ്ടുവന്നതാ. എന്തോ അത്? കടുക്, മുളക്, കുരുമുളക്, ഉപ്പ്. എന്റെ കുഞ്ഞിനെ നീ മോര് കാച്ചി തളിക്കാൻ പോവാ. മനുഷ്യ ഞാൻ ഇവനെ ഒഴിയാൻ പോവാന്ന്. ഇങ്ങോട്ട് പാടാ. മിണ്ടരുത്. ഇന്ന് തുപ്പിക്കേ ലൈറ്റായിട്ട്. നിങ്ങളെ ഉഴിയുമല്ല ഞാൻ പിരി ഇച്ചിരി കഴിയട്ടെ. എന്നെ കിടന്ന് ഉഴിയെന്ന്. അതെന്തിനാ ഇപ്പൊ നിങ്ങളെ ഉഴിയുന്നത്? ഇംഗ്ലീഷ് പറഞ്ഞു എന്നെ പേടിപ്പിച്ചു. എല്ലാം മാറി. എല്ലാം ഭവന്തു. അച്ഛനല്ലയോ? അങ്ങോട്ട് പറയിക്കടാ. നിങ്ങളൊന്ന് ഉപദേശിക്ക. ഞാൻ പറഞ്ഞ അവൻ എന്നെ തുറന്ന് നിൽക്കും.
എന്റെ ചക്കരപ്പനല്ലയോ Yes, tell daddy. ചെല്ലാൻ അങ്ങോട്ട് ചെല്ലാനല്ല പറയാനാ, അതാ ഞാൻ പിടിച്ചെടുത്തായിരുന്നു. ചെല്ലെന്നു പറഞ്ഞു. ആ, ചെല്ല്. ഞാൻ അച്ഛൻ ആദ്യം തല്ല, അത് കഴിഞ്ഞ് കുഞ്ഞ് തല്ലി, അതെല്ലാം ടെല്ലി കഴിഞ്ഞിട്ട് എല്ലാം തല്ലിയാണ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാലേ ഈ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ആ. നാളത്തെ ഭൂമിയുടെ അവകാശികളാണ് നീ. അപ്പൊ 18 വയസ്സ് കഴിഞ്ഞാൽ ഭൂമി എന്റെ പേരിൽ എഴുതി തരും. എഴുതി തരും. അന്റാർട്ടിക്ക എഴുതി തരത്തില്ല, ഭയങ്കര തണുപ്പാ. നിനക്ക് വസ്തു നോക്കാൻ പോകുമ്പോ കോച്ചു അതല്ല പറഞ്ഞത്. പഠിക്കാൻ പോയി ചുമ്മാ ദേഷ്യപ്പെടാതെ എന്തോ മോനെ ചെല്ലരുതും, ഞാൻ ചെല്ലും. അതായത് അച്ഛൻ പറയുന്ന എല്ലാം മോൻ നല്ലപോലെ കേൾക്കണം. ആ. എന്നാലേ മോന് നല്ലൊരു ഭാവി ഉണ്ടാകത്തുള്ളൂ. നല്ലപോലെ പഠിച്ച് വലിയ ആളാവണം. ആ. അപ്പം ദൈവം മോന് വിജയം തരും. പറഞ്ഞ കേട്ടോ, കുഞ്ഞിന് ദൈവം എപ്പോഴും വിജയമേ തരൂന്ന്. ഈ തരുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങ് മേടിക്കാം. കണ്ടോ 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 തറുതല. എന്റെ ദൈവമേ, എനിക്ക് തുടങ്ങിയിട്ടുണ്ടേ ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നേ. എനിക്ക് നല്ലൊരു മോനെ തരാൻ പ്രാർത്ഥിക്കുമായിരുന്നേ. എന്നിട്ട് ഒരു പറഞ്ഞ അനുസരിക്കാത്തൊരു കൊച്ചിനെ ആണല്ലോ ദൈവമേ എനിക്ക് തന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം നീ പഠിച്ചു വെച്ചേക്കുമല്ലയോ. ഞാൻ ഒരു കാര്യം കൂടെ പറയുമായിരുന്നല്ലോ, നീ പറഞ്ഞാ അനുസരിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ദുർഗുണ പരിഹാര പാഠശാലയ്ക്ക് അയക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോടാ. അതെന്താ മോൻ പറയാത്തത്? എനിക്ക് ലിപ്പ് കിട്ടത്തില്ല. അത് ഞാൻ രക്ഷപ്പെട്ടു. നീ അനുസരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വിടും കേട്ടോ. എടാ പൊന്നു മോനെ, നിന്റെ ഈ പ്രായത്തിലെ നിന്റെ അത്രയും പോലും ഇല്ലായിരുന്നു അച്ഛൻ. അച്ഛൻ ഇതുപോലെ ഇരിക്കുമായിരുന്നു. അപ്പൊ അച്ഛൻ ആൾക്കാർ ചെവിയിലിട്ട് ഇങ്ങനെ കറക്കുമായിരുന്നു. ചേട്ടാ ചുമ്മാ അച്ഛൻ ഇതുപോലെ ഇരിക്കുവാന്നല്ല പറഞ്ഞത്. പിന്നെ? അച്ഛന് വലിയ ശരീരമൊന്നും ഇല്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പട്ടിണിയായിരുന്നു. പട്ടിണിയൊന്നും ഇല്ലായിരുന്നു. പിന്നെന്തോ ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഒരു അനിയനുണ്ടായിരുന്നു. ആ. നിന്റെ ഒരു കൊച്ചച്ഛൻ. ആ. അവന് ഞാനിവിടെ പണ്ട് സ്കൂളിൽ പോകാൻ കൊണ്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്തേ ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ഗോതമ്പ് മാവ് വെച്ച് ഇച്ചിരി കുഴച്ച് അതിങ്ങനെ ചൂട് ദോശക്കല്ല ഇങ്ങനെ അടിച്ചു പരത്തി ഫിംഗർ പ്രിന്റ് അപ്പം ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ ഞാനും എന്റെ അനിയനും കൂടെ ഈ ഗോതമ്പപ്പം വലിച്ചു കയറാൻ നേരത്തെ ഇങ്ങനെ കടിച്ചങ്ങോട്ട് വലിച്ചു കീറുക. എന്റെ അനിയൻ അന്ന് തെറിച്ചു പോയതാ, എങ്ങോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കാലത്ത് അവൻ ഇവിടെ ഒരു മറുകുമായിട്ട് വരും. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിക്കാൻ അനിയനെ കണ്ടുപിടിക്കും. വന്നിട്ട് കുറെ നേരം ആയില്ലയോ, വെള്ളം എടുത്തിട്ടുണ്ട്, പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് നല്ലപോലെ പ്രാർത്ഥിച്ചിരുന്ന് പഠിക്കാം. അന്നടി എന്തുവാ കുഞ്ഞിനെ എപ്പോഴും കുഞ്ഞു നിന്റെ തലച്ചോറ് പോലുള്ള തലച്ചോറാണ് എന്റെ കുഞ്ഞിന്റെ. കുഞ്ഞ് പഠിക്കുന്ന എപ്പോഴും കൊടുക്കുഞ്ഞിനോട് അവന് മണ്ണിനകത്തൊക്കെ കളി പിള്ളേരാ മണ്ണിനകത്തൊക്കെ കളിച്ച് വളർത്തണം. അങ്ങനെ വളർന്നാണെങ്കിൽ അവൻ ആ ഭൂമിയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. കണ്ടില്ലയോ കപ്പ പിടിഞ്ഞ് വെച്ചേക്കുന്ന പോലെ. അതുപോലെ ഇരിക്കണം. എടി ഇതിന് നമുക്ക് ഭാഗ്യമുള്ളതാണ്. നമ്മുടെ കുഞ്ഞിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ പഴയ കാലം കാണേണ്ടത്. ഇതിനകത്ത് ഭാഗ്യം ചെയ്തവരാ നമ്മൾ രണ്ടുപേരും. ഇല്ലായ്മയുടെ കാലഘട്ടവും നമ്മൾ കണ്ടു, ഇപ്പോഴത്തെ ഏഴയുടെ കാലഘട്ടവും നമ്മൾ കണ്ടു. ആ ഭാഗ്യമൊന്നും ഇവന്മാർക്കുണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടാ എന്റെ പൊന്നുമോനോട് ഞാൻ പറഞ്ഞത്, നീ പോയി മണ്ണി കളിക്കടാ. പോയാ മുട്ട് ഇങ്ങനെ പറയാനും കേൾക്കാനും ഒക്കെ നല്ലതാ. പക്ഷെ വിദ്യാഭ്യാസം അതൊരു മനുഷ്യന് വേണ്ടുന്ന. നിന്റെ ഭാവി ഇരിക്കുന്നത് വിദ്യാഭ്യാസത്തില. പോയിരുന്ന അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയല്ലേ. ഇനിയിപ്പോ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവനെ നന്നായിട്ട് പഠിപ്പിച്ച ഒരു ഡോക്ടറാക്കും. ഞാൻ എഞ്ചിനീയർ ആക്കാൻ ഇരിക്കും. എഞ്ചിനീയറോ ഇപ്പൊ തുടങ്ങിയ ആഗ്രഹം. എഞ്ചിനീയർ ആണ്. ഞാൻ ഇതിന്റെ സൈറ്റിൽ മേളിൽ നിന്ന് പണിയുമ്പോൾ ഞങ്ങൾ എഞ്ചിനീയർ വന്ന് മേളോട് നോക്കിയിട്ട് പറയാം നല്ലോട്ട് പണിയോളം അല്ലെ തന്നെ ഇറങ്ങി താറയിടുമെന്ന് പറഞ്ഞു. അന്ന് എന്റെ മനസ്സിൽ തോന്നിയതാ എന്റെ കുഞ്ഞിനെ എഞ്ചിനീയർ ആക്കി അവന്റെ മുന്നേ കൊണ്ടുപോയിട്ട് എന്റെ കുഞ്ഞിന്റെ ടേപ്പ് അവനെ ഞാൻ വലിപ്പിക്കും. ഞാൻ എഞ്ചിനീയർ ആണോ? അങ്ങനെയാണെങ്കിൽ താലൂക്കാശുപത്രിയിൽ പോയി ക്യൂ നിന്ന് മരുന്ന് കിട്ടാൻ വൈകിയപ്പോ ഞാൻ അപ്പൊ വിചാരിച്ചതാ എന്റെ കുഞ്ഞിനെ ഞാൻ ഡോക്ടറാക്കുമെന്ന്. എന്റെ കുഞ്ഞിന്റെ എഞ്ചിനീയർ ആക്കും. ഞാൻ ഡോക്ടറാക്കും എന്റെ കുഞ്ഞിനെ. എഞ്ചിനീയർ ആക്കിയാ മതി. ഡോക്ടറാക്കും ഞാൻ. എഞ്ചിനീയർ ആക്കിയാ മതി. ഡോക്ടറാക്കും ഞാൻ. എഞ്ചിനീയർ ആക്കിയാ മതി. ഡോക്ടറാക്കും. ഒന്ന് നിർത്തോ. അച്ഛന് ഞാൻ ആരാവണോന്ന് ആഗ്രഹം. എഞ്ചിനീയർ ആവണം. അമ്മയ്ക്ക് ഞാൻ ആരാവണോന്ന് ആഗ്രഹം. കുട്ടിയൊക്കെ വെട്ടി കളഞ്ഞ് നല്ലൊരു ഡോക്ടറാവണം. ഇതാണ് ഇവരെ പോലത്തെ മാതാപിതാക്കളുടെ മെയിൻ പ്രശ്നം. ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പിള്ളേർ ജോലിയൊക്കെ ചെയ്യണം. നമ്മുടെ ആഗ്രഹം എന്താന്ന് ഇവരാരും ചോദിക്കത്തില്ല. നിങ്ങൾ ഇത്രയും അടി ഉണ്ടാക്കിയിട്ട് എന്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാ മോൻ ആരാകാനാണ് ആഗ്രഹം? അല്ല മക്കളെ, മോൻ ആരാകാനാണ് ആഗ്രഹം. ആഗ്രഹമല്ലേ? 5-ായല്ലേ ഉള്ളൂ. ഇപ്പോഴേ കൊണ്ടങ്ങ് 5-ന് വയ്ക്കല്ലേ. എനിക്ക് കുളിക്കാനായിട്ട് ഇത്തിരി ചൂടുവെള്ളം തിളപ്പിച്ചേ. നമ്മുടെ മോൻ പറയുന്ന കേട്ടോ. നമ്മുടെ മോനല്ലടി ഇത്. പിന്നെ എന്റെ അച്ഛന്റെ അച്ഛനാ. എന്തോലും പറയാൻ പറ്റുമോ?